യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന യമൻ സർക്കാരിന്റെ ഉത്തരവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അയച്ചു നൽകി. നാളെ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ അനിശ്ചിതമായി നീട്ടി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ വധശിക്ഷ നീട്ടിയതുമായി പുറത്തുവന്ന രേഖയുടെ ആധികാരികതയിൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്ത നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത്. പുതുക്കിയ വധശിക്ഷാ തീയതി പിന്നീട് അറിയിക്കുമെന്ന് യമൻ സർക്കാർ. അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിലുണ്ട്. യമൻ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുമായും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇടപെടലുകൾക്ക് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിമിഷപ്രിയയുടെ കുടുംബവും നന്ദി അറിയിച്ചു. അങ്ങനെ കുറച്ച് വിശ്വസിക്കാണ്. ഒരിക്കലും അങ്ങനെ രാജ്യത്തെ എല്ലാ മക്കളും ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും 1000 നന്ദി പറയാണ് എനിക്ക്. And at this point I want to thank some people from the bottom of my heart. Government of Kerala, our honorable Prime Minister Mr. Modi, our Home Minister, and also the whole embassy of Saudi Arabia. നാളെയായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതർ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് നിർണായക തീരുമാനം. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തൽക്കാലത്തേക്കെങ്കിലും ശിക്ഷ നീട്ടിവച്ചതിലൂടെ തലാലിന്റെ കുടുംബവുമായി കൂടുതൽ ചർച്ചകൾക്കുള്ള സമയം ലഭിക്കും. 24 മിഡിൽ ഈസ്റ്റ്.